പെരുമ്പാവൂരിൽ മർദ്ദനമേറ്റൊരാൾ കൊല്ലപ്പെട്ടു. പെരുമ്പാവൂർ സ്വദേശി ഷംസുദ്ദീനാണ് കൊല്ലപ്പെട്ടത്. 2 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. എസ് രാഗിനുണ്ട് വിശദാംശങ്ങളുമായി. രാഗിൻ, എന്താണ് ഈ മർദ്ദനത്തിന് കാരണം? കസ്റ്റഡിയിലുള്ള 2 പേരും പെരുമ്പാവൂർ സ്വദേശികൾ തന്നെയാണോ? ഉച്ചയ്ക്ക് 12:30 മണിയോടുകൂടിയായിരുന്നു സംഭവം. 3 അംഗ സംഘം മദ്യപിച്ചിരുന്നു. അതിനുശേഷം പരസ്പരം ചില പ്രശ്നങ്ങളുണ്ടായി. തർക്കത്തിനിടെയാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. മറ്റ് 2 പേരിൽ ഒരാൾ മരക്കഷ്ണം മറ്റ് തലയ്ക്ക് അടിക്കുകയായിരുന്നു. പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള ഷംസുദ്ദീനാണ് പരിക്കേറ്റത്. തുടർന്ന് ചികിത്സയിൽ ആയി. ഇന്ന് അല്പസമയം മുമ്പാണ് മരണം സംഭവിച്ചത്. തുടർന്ന് മർഡർ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റ് 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കി. കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ട കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. രാഗിൻ, കസ്റ്റഡിയിലുള്ള 2 പേരുടെയും എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടോ? കസ്റ്റഡിയിലുള്ള ഒരാളുടെ പേര് ആദം എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മറ്റൊരാളുടെ പേര് ലഭ്യമായിട്ടില്ല. എന്തായാലും കൂടുതൽ പേർ ഇതിലുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഇവർ മദ്യപിച്ചിരുന്നതായി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പെരുമ്പാവൂർ ബീവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മദ്യപിച്ച ശേഷം പരസ്പരം തർക്കമുണ്ടായി. പരസ്പരം ഇവർ നേരത്തെ സുഹൃത്തുക്കളായിരുന്നു. അതിനുശേഷം ചില തർക്കങ്ങളുണ്ടായ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നതാണ് വ്യക്തമാകുന്നത്. അല്പസമയം മുമ്പ് മരണം സംഭവിക്കുകയായിരുന്നു. അതിൽ ഈ മരക്കഷ്ണം വെച്ചുള്ള അടിയാണ് ഈ സംഭവത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണമെന്നാണ് പോലീസ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് കൊലപാതക അടക്കമുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തും. 2 പേർ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തും. തുടർന്ന് നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പെരുമ്പാവൂർ പോലീസ് വ്യക്തമാക്കിയത്. ശരി, മദ്യലഹരിയിലുണ്ടായ തർക്കമാണ് ഇപ്പോൾ ഒരു കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 നടന്ന അപകടമാണ്, ആക്രമണമാണ്. ഇന്നത് കൊലപാതകമായിരിക്കുന്നു. 2 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ പേർ ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുകയാണ്.